ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണ കുറച്ച് വൈറ്റ് സാരീസാണ്. വൈറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പല പലതാണ്, പക്ഷെ വൈറ്റും ഓഫ് വൈറ്റും കളർ ഷെയ്ഡ്സ് ഉള്ള സാരീസാണ് കാണുന്നത്. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോരോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന കളർ ബേസിസിലാണ്, മെറ്റീരിയൽ ബേസിസിലല്ല. അപ്പോൾ ഇതിൻ്റെ അത് ചെക്കോട്ട വരുന്നുണ്ട്, ഓർഗൻറ്റി വരുന്നുണ്ട്. അങ്ങനെ രണ്ട് വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ അത് വൈറ്റും ഓഫ് വൈറ്റും ആണ് നമ്മൾ സാരി ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം വളരെ ലൈറ്റ് വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് എല്ലാ കളറും പോകും, നല്ലോണം ചേർന്ന് പോകുന്നതാണ്. കളർ കോമ്പിനേഷൻ ഏതിട്ടാലും വൈറ്റിൽ നല്ല ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റ് ഷെയ്ഡുള്ള കളർ കോമ്പിനേഷനാണ് കൊടുത്തിരുന്നത്. ഒത്തിരി ബ്രൈറ്റ് തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഉടുക്കാൻ പറ്റിയ കളർ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചിലവർക്ക് വൈറ്റ് സാരി മാത്രം ഉടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പറ്റിയ സാരി, അല്ലെങ്കിൽ വൈറ്റിൽ വൈറ്റ് വേണമെങ്കിൽ അതായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നും പറഞ്ഞോളം ഞാൻ പറയുകയാണ്, താല്പര്യമുള്ളവർക്ക് താഴെ കണ്ട വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ എന്ത് റിക്വയർമെൻറ്റ്സ് ആയാലും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓരോ സാരീസും കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വൈറ്റ് സാരി. വൈറ്റ് ചിക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്തൊരു വലിയ ഡിസൈനാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു ബ്ലൂ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മുടെ ഫ്ലവേഴ്സിന് പെറ്റൽസിന് കൊടുത്തേക്കുന്നത്. നടുക്ക് പെയിൽ യെല്ലോയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റെം ഡാർക്ക് ഗ്രീനും, ലീവ്സ് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ലീവ്സ്. അത് നമ്മൾ വേറൊരു ഷെയ്ഡ്, ഒരു ലീവ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാരിയിൽ വരുന്നത്. മുന്താണിയുടെ ഒരു സൈഡിൽ ഇതോർത്തൊരു ഡിസൈനുണ്ട്. അത്യാവശ്യം വലിയ ഡിസൈൻ തന്നെയാണ്, നീളത്തിലുള്ള ഡിസൈനാണ്. അത് കഴിഞ്ഞ് റണ്ണിങ് പോർഷൻ ഇതുവരെ സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ രണ്ട് ഡിസൈൻ, ഒരു ഡിസൈൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡിസൈനും കൂടെ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കാലിൻ്റെ അവിടെ ഡിസൈൻ ഇല്ല, താഴത്തോട്ട് ഡിസൈനിങ് വരുന്നില്ല. ഇത്രയാണ് ഡിസൈനിങ് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. വൈറ്റ് ബ്ലൗസ് പീസ് തന്നെയാണ്. സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്ലീവ് വരുന്നത്. ഇതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ, ഈ സെയിം എംബ്രോയ്ഡറി പാറ്റേൺ ഒരെണ്ണം കുഞ്ഞതായിട്ട് ബ്ലൗസിൻ്റെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1349 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതുപോലത്തെ 3 വലിയ ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈൻ റണ്ണിങ് പോർഷനിലുമാണ് സാരിയിലുള്ളത്. ബ്ലൗസിലും ഒരു കുഞ്ഞ് ഡിസൈൻ. ഇങ്ങനെയാണ് സാരി വരുന്നത്. അടുത്തതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡ്, അല്ലെങ്കിൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലത്തെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പൂക്കൾ മൾട്ടിപ്പിൾ കളേഴ്സാണ്. പിങ്ക്, ബ്ലൂ, ബ്രൗൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്ലവേഴ്സ് കുറച്ച് താഴെ വീണിരിക്കുന്ന രീതിയിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണിയിലൊരു പാറ്റേൺ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ വേറൊരു ഡിസൈനുമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഒരു ഡിസൈൻ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ, പിന്നെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഡിസൈൻ, അങ്ങനെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെ 3 എണ്ണം വരുന്നുണ്ട്. ഇതും കാലിൻ്റെ അവിടെ ഡിസൈൻ ഇല്ല, എത്രയേ ഉള്ളൂ ഡിസൈനിങ്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ഇടണമെന്നുണ്ടെങ്കിൽ ഈ പിങ്കോ ബ്ലൂവോ ബ്രൗണോ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. 3 ഇട്ടാലും ഇതിൻ്റെ കൂടെ ചേർന്ന് പൊക്കോളും. അതല്ല ഈ പച്ച ഇട്ടാലും കുഴപ്പമില്ല, ഈ ലൈറ്റ് ഒലീവ് ഗ്രീൻ ഇട്ടാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1199 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് വെച്ചാൽ മതി. 1199. അടുത്ത സാരി ഇതൊരു ഓർഗൻഡി സാരിയാണ്. വൈറ്റ് ഓർഗൻഡി സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ്. ലൈറ്റ് ഒരു പിങ്കിഷ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, പിന്നെ ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് സ്റ്റെമ്മും തയ്ച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്ന ഒരു ഡിസൈൻ. മുന്താണിയുടെ മറുവശത്തും ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 പോർഷനിലും ഇതുപോലെ ഡിസൈൻ ഉണ്ട്, മുന്താണിയുടെ 2 കോർണേഴ്സിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ ഈ സെയിം ഡിസൈൻ തന്നെ 3 എണ്ണം അടുപ്പിച്ച് തയ്ച്ചേക്കുവാണ്.
ഇതുപോലെ 3 അടുപ്പിച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഒരു ഡിസൈൻ കഴിഞ്ഞ് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്ത ഡിസൈൻ, പിന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അടുത്ത ഡിസൈൻ, അങ്ങനെ 3 ഡിസൈൻ ഫ്രണ്ടിലും 2 മുന്താണിയിലും 1 റണ്ണിങ് പോർഷനിലുമാണ് ഡിസൈനിങ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1550 ആണ്. ഇതിൻ്റെ റേറ്റ് ഓർഗൻഡി സാരി ആയതുകൊണ്ടാണ് റേറ്റ് കൂടുന്നത്, മെറ്റീരിയൽ കോസ്റ്റ് കൂടുന്നതുകൊണ്ടാണ് റേറ്റും കൂടുന്നത്. 1550. അടുത്തതൊരു വൈറ്റ് ഓർഗൻഡി ചെക്കോട്ട സാരിയിൽ വൈറ്റ് ത്രെഡും കൊണ്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ്. വൈറ്റിനകത്ത് കുറച്ച് കളർ ഡിഫറൻസ് തോന്നുന്നത് നമ്മൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ ആ പെൻസിലിൻ്റെ മാർക്ക് കയറി വന്നേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വൈറ്റ് ത്രെഡ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഇത് കാണാൻ പറ്റുന്നുണ്ട്. വൈറ്റിൽ വൈറ്റ് ആയതുകൊണ്ട് ക്ലിയറും വരുന്ന കാരണം വീഡിയോ അത്ര ക്ലിയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ വരുന്നത്. ഇതുപോലെ ഒരു ഡിസൈൻ മുന്താണിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഒരു ക്രോഷ്യോ വർക്ക്, ഇതുപോലത്തെ ഒരു ക്രോഷ്യോ വർക്ക് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു ഡിസൈൻ, സിംഗിൾ ഫ്ലവർ ഡിസൈൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ക്രോഷ്യോ വർക്ക് വരുന്നത്. ക്രോഷ്യോ വർക്ക് ഫുൾ സാരിയുടെ ഇങ്ങനെ 2 പോർഷനും കൂടെ ജോയിൻ ചെയ്തത് ക്രോഷ്യോ വർക്ക് വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ഫ്ലവർ, ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ഇതുവരെ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ ഇതുവരെ വീണ്ടും ഒരു ക്രോഷ്യോ വർക്ക് വരുന്നുണ്ട്. ഷോൾഡർ പ്ലീറ്റിൽ ആണ് ഈ ക്രോഷ്യോ വർക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലത്തെ വർക്കുകളാണ്, ഇൻഡിവിജ്വൽ ഫ്ലവർ പാറ്റേൺസ് ആണ്. വൈറ്റിൽ വൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ കാണാൻ പറ്റാത്തത്. ഇങ്ങനത്തെ ഡിസൈനിങ് 5 ഫ്രണ്ടിൽ തയ്ച്ചേക്കുന്നത്. അപ്പം ഷോൾഡറിൻ്റെ ഇവിടെ ഒരു ഇതുപോലത്തെ സ്കാലപ്പല്ല ക്രോഷ്യോ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതുപോലത്തെ 5 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിലുണ്ട്. അതുപോലെ തന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ തന്നെ ക്രോഷ്യോ വർക്ക് ഉണ്ട്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഇവിടെ 2 കഴിഞ്ഞിട്ട് ക്രോഷ്യോ കഴിഞ്ഞിട്ട് വീണ്ടും 1 കഴിഞ്ഞിട്ടാണ് മുന്താണിയത്തെ ആ വലിയ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കുഞ്ഞു ഡിസൈൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഉണ്ട്. 5 ഫ്രണ്ടിൽ, റണ്ണിങ് പോർഷനിൽ 3, പിന്നെ മുന്താണിയിൽ ഇതുപോലത്തെ ഒരു വലിയ ഡിസൈൻ. 2 അടുത്ത് ക്രോഷ്യോ ഫുൾ ലെങ്ത് ആയിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ക്രോഷ്യോയും ചെയ്തേക്കുന്നു. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2000 റുപ്പീസാണ്. മെറ്റീരിയൽ ചെക്കോട്ടയാണ്. ഇതിൻ്റെ റേറ്റ് കൂടാൻ കാരണം ഇതിൻ്റെ ഈ ക്രോഷ്യോ വർക്കും ഷാഡോ വർക്കും വന്നതുകൊണ്ടാണ്.